ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഗുരുവായൂർ ആനത്താവളത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ഹലോ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആനത്താവളത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ഗൈസ്, ഇതാണ് ആനയ്ക്ക് വേണ്ടി ഫുഡെല്ലാം കൊണ്ടുപോകുന്ന ട്രക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ്. ആന അതിനു വേണ്ടിയുള്ള ഫുഡ് തന്നെ എടുത്തുകൊണ്ട് വരുന്ന ഈ ഒരു കാഴ്ച. അത് കൊമ്പും അതിൻ്റെ തുമ്പിക്കൈയും വെച്ച് എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ആനേനെ കണ്ടിരിക്കുകയാണ്. ഈ ഒരു ആനയാണെങ്കിൽ ഇപ്പോൾ മതപ്പാടിലാണ്, അതുകൊണ്ടാണ് ഈ ചുറ്റും കയറെല്ലാം കെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് പോകാൻ അലൗഡ് അല്ല, അത് കാരണം എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു ആനയെ കണ്ടിരിക്കുന്നു. ഈ ഒരു ആന ഒരു ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു ആന. ഈ ഒരു ആനയാണെങ്കിൽ അതിന് കൊടുത്ത ഫുഡിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ വിരിച്ചെടുത്ത്, നമ്മൾ മനുഷ്യരിനല്ലോ അതുപോലെ ഇങ്ങനെ പൊലിച്ചെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ആനയുടെ സൈഡിൽ ഇങ്ങനെ ഈ കമ്പ് വെച്ചിരിക്കുന്നതെന്ന്. ഈ ആനപ്പാപ്പാനാണ് ഇനി സൈഡിൽ ഈ കമ്പ് വെച്ചുകൊണ്ട് നിൽക്കാറ്. അപ്പോൾ എപ്പോഴും ആനപ്പാപ്പാന് കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഈ കമ്പ് ഇങ്ങനെ വെക്കുമ്പോൾ, കാരണം ആന ഇത്ര വലുതാണെന്ന് ആനയ്ക്കും അറിയില്ല, ആനയ്ക്ക് ആ മുമ്പിലുള്ളത് മാത്രമേ കാണാൻ പറ്റൂ, നമ്മളെപ്പോലെ തലയും തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആന ഈ കമ്പിരിക്കുമ്പോൾ വിചാരിക്കുന്നത് ആനപ്പാപ്പ അടുത്തുണ്ടെന്നാണ്. അങ്ങനെയാണ് ഇവരെല്ലാം മര്യാദക്കിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡാൻസർ സിഗ്മ ആനയെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. അവ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ആന വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കാനല്ല, കുളിക്കുകയാണ്. കുളിക്കുന്നത് കൂടെ തന്നെ വെള്ളവും കൂടെ കുളിക്കുകയാണ്. കുറച്ചങ്ങ് ദൂരമായിട്ടൊരു പ്രായമായിട്ടുള്ള ഒരു ആനയുണ്ട്. അപ്പോൾ ഈ താഴത്തിലുള്ള ആനകൾക്കൊന്നും അങ്ങനെ ഒരു പേര് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ആ പേരോടൊന്നും നമുക്ക് ഈ വീഡിയോയിലും പറയാനും പറ്റുന്നില്ല. അപ്പോൾ ആന കണ്ടോ, വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടോ, അതിനെ കുളിപ്പിക്കുന്നു. ആ ഒരു ബക്കറ്റിൽ നിന്നാണ് തുമ്പിക്കൈ വെച്ച വെള്ളം എടുക്കുന്നത്. ഇതാണ് ഞാൻ പറയുക ഒരു പാവപ്പെട്ട വയസ്സായ ഒരു ആനയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നടന്നു പോയപ്പോൾ ഒരു ആന നിലത്ത് കിടക്കുന്നത് കണ്ടു ഗായ്സ്. നമുക്ക് ആനയിലേക്ക് തിരിഞ്ഞു നോക്കാം. അതുപോലെ തന്നെ ആനയുടെ അടുത്ത് രണ്ടാന. ഈ ഒരു ആന ഗുരുവായൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആന നിങ്ങൾ വിചാരിക്കും ഈ ആന ചരിഞ്ഞ് കിടക്കുവാണെന്ന്. അല്ല, ഈ ആനേനെ അങ്ങനെ കിടത്തി കുളിപ്പിക്കാനാണ്. കുളിപ്പിക്കാനാണെന്ന് പറയാൻ പറ്റില്ല. ഈ ആന അങ്ങനെ കിടത്തിയിരിക്കുന്നത് മണ്ണിൽ കിടത്തി അതിനെ തണുപ്പ് കിട്ടാനാണ്. വീണ്ടും മതപ്പാടിലുള്ള നമ്മൾ ഒരു ആനയെ കണ്ടിട്ടുണ്ട്. ഇവനും മതപ്പാടിലാണ്. ഇവന് ഭയങ്കര ദേഷ്യമായിരിക്കും, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് നമ്മളോട് അവിടെ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ആനയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ആനയാണ് ബാലു എന്ന് പറയുന്ന ഒരു ആനയാണ് ഗൈസ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു കുഞ്ഞാനയാണ് കേട്ടോ. പേര് ബാലു എന്നാണ്. ബാലുവിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് വീണ്ടും ഒരു ആനയുണ്ട്. ആ ആനയാണെങ്കിൽ സർക്കസ് കാണിച്ച് എൻ്റെ തലയിൽ ഫുൾ ഈ ഒരു എൻ്റെ ഫുഡ് ഇരിക്കുകയാണ്. അത് എൻ്റെ ഫുഡ് എടുക്കും, എന്നിട്ട് കറക്കി അത് തിന്നും. അങ്ങനെ ഇവിടെ വേറൊരു ആനയുണ്ട്. ആ ആന മണ്ണെടുത്ത് സ്വന്തമായിട്ട് ദേഹത്തേക്ക് ഇടുമായിരിക്കും. അതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദേഹം തണുക്കാനാണ് അതിങ്ങനെ ഇടുന്നത്. കാരണം ഇത് വെയിലത്തല്ല നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഹം തണുക്കാനായിട്ട് ഇത് നിലത്തുനിന്ന് മണ്ണ് വാരി അതിൻ്റെ ദേഹത്തേക്ക് ഇടും. അപ്പോൾ അതാ ഇവിടെ ഒരു ആനേനെ നിർത്തിയിരിക്കുകയാണ്, ചങ്ങലെല്ലാം കെട്ടി. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ബോർഡിൽ പറയുന്നത് നമ്മൾ ആനകളുടെ അത്രയും അടുത്ത് പോലെ, എപ്പോഴാണ് ഈ ആനകളുടെ ഈ സ്വഭാവം മാറുന്നതെന്നും എപ്പോൾ അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്നും ഹ്യൂമൻസിന് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആനകളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ആ ഒരു ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഏകദേശം വീഡിയോ നമ്മൾ എന്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കുളം പോലത്തെ സെറ്റപ്പിൻ്റെ അടുത്തെല്ലാം നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഇവിടെ പണ്ടുള്ള അമ്പലങ്ങളും അങ്ങനെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നു, എൻ്റെ അനിയത്തി നിൽക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം വീഡിയോയുടെ എന്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബായ്. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതാണ് നമ്മൾ അവസാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കാര്യം. അപ്പോൾ ഗൈസ്, ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.